LMRK എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻപ് ചില വീഡിയോകൾ ഈ ചാനലിൽ ചെയ്തിരുന്നു. എന്നാൽ ആ വീഡിയോകളിൽ പറയുന്ന വസ്തുതകളെ യാതൊരു തരത്തിലും പരാമർശിക്കാതെ അവതരിപ്പിക്കുന്ന എന്നെ അധിക്ഷേപിക്കുന്ന കമന്റുകളാണ് കൂടുതലും രജത് കുമാറിന്റെ ആരാധകരും അനുയായികളും എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി പറയട്ടെ, രജത് കുമാർ നാടിനും നാട്ടുകാർക്കും എന്തെങ്കിലും ഗുണമുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ താറടിക്കുക എന്നതല്ല എന്റെ ലക്ഷ്യം. എന്റെ വീഡിയോയിൽ ഒരിടത്തും അത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് വിമർശിക്കുകയോ പരാമർശിക്കുകയോ ചെയ്തിട്ട് പോലുമില്ല. ഞാൻ ചെയ്യുന്നത് രജത് കുമാർ സ്വയം ഭഗവാൻ മുരുകൻ തനിക്ക് നേരിട്ട് ദർശനം നൽകുന്നുവെന്നും നിർദ്ദേശങ്ങൾ നൽകുന്നുവെന്നും പറയുന്ന ചില കഥകളിലെ പൊള്ളത്തരം പരിശോധിക്കുക മാത്രമാണ്. രജത് കുമാർ മുന്നോട്ട് വയ്ക്കുന്ന കഥകളിൽ മിക്കതും വെറും ഭാവനാ സൃഷ്ടികൾ മാത്രമാണെന്നതിനെ സാധൂകരിക്കുന്ന നിരവധി കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ സീരീസുമായി മുന്നോട്ട് പോകുന്നത്. എവിടെ നിന്നായിരിക്കും രജത് കുമാറിന് ഈ സങ്കല്പം കിട്ടിയതെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. രജത് കുമാർ ഇത്തരം യാത്രകൾ ആരംഭിച്ചത് 2002-2003 കാലഘട്ടത്തിൽ ആണ് ആൾ പറയുന്നത്. ആ കാലഘട്ടത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ഇതുപോലെ ആത്മീയതയും ഭൗതികതയും സമന്വയിപ്പിക്കുന്ന വിഷയങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ ആ സമയം? പെട്ടെന്ന് ഓർമ്മ വന്നത് ഡാൻ ബ്രൗണിന്റെ ഡാവിഞ്ചി കോഡാണ്. ലോക പ്രശസ്തമായ നോവൽ. അതിറങ്ങിയത് ഈ ഒരു സമയത്ത് തന്നെയാണ്. മിക്കവാറും പ്രശസ്തമായ പുസ്തകങ്ങളെല്ലാം തന്നെ വായിക്കുന്ന രജത് കുമാർ ഇത് ഉറപ്പായും വായിച്ചിട്ടുണ്ടാകണം. ഇപ്പോൾ രജത് കുമാർ ചെയ്യുന്നത് ഡാവിഞ്ചി കോഡിന്റെ ഒരു മുരുക വേർഷനാണ്. ഡാൻ ബ്രൗൺ കന്യാമറിയത്തെ കുറിച്ചുള്ള ചില സൂചനകളെ നിലവിലെ സ്ഥലങ്ങളുമായി ബന്ധിപ്പിച്ച് അതൊക്കെ സത്യമാണോ എന്ന് തോന്നുന്ന വിധത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതിന് പശ്ചാത്തലമായി ബ്രൗൺ എടുത്തത് പ്രശസ്ത ചിത്രകാരനായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രവും പ്രതിമകളും ഫ്രാൻസിലെ ലൂവർ മ്യൂസിയവുമാണ്. ഈ മ്യൂസിയം സമീപകാലത്ത് നടന്ന വലിയൊരു കവർച്ചയിലൂടെ വാർത്തയിൽ നിറഞ്ഞതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഡാവിഞ്ചി കോഡിലെ പ്രധാന വിഷയം മിസ്റ്റീരിയസ് ആയ ഹോളി ഗ്രേയിൽ തേടിയുള്ള അന്വേഷണവും അത് ഒടുവിൽ കണ്ടെത്തുന്നതുമൊക്കെയായിരുന്നു. യേശുക്രിസ്തുവിന്റെ സന്തതി പരമ്പരകളെ തേടുന്ന ഒരു വിഷയം കൂടിയായിരുന്നു അത്. ഇനി നമുക്ക് രജത് കുമാറിന്റെ യാത്രകളെ നോക്കാം. ഭോഗർ സിദ്ധർ നിർമ്മിച്ചു പ്രതിഷ്ഠിച്ചു എന്ന് കരുതപ്പെട്ടിരുന്ന മുരുകന്റെ രണ്ടാമത്തെ വിഗ്രഹം തേടിയുള്ള യാത്രയാണ് LMRKയുടെ അടിസ്ഥാനം. അത് പഴനിമലയ്ക്ക് താഴെ ഭോഗർ സമാധി അടഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയിൽ ഉണ്ട് എന്ന് രജത്തിന് ദർശനം കിട്ടുന്നതും അത് കണ്ടെത്തുന്നതുമാണ് രജത് പറയുന്ന കഥയുടെ പ്രധാന ഭാഗം. പിന്നീടെല്ലാം മറ്റു സ്ഥലങ്ങളെ ഇതിലേക്ക് ബന്ധിപ്പിക്കാനായി നിലവിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ചില മിത്തുകളെ കൂട്ടിച്ചേർക്കലുമായിരുന്നു. ഡാവിഞ്ചി കോഡിലും സമാനമായി ഡാൻ ബ്രൗൺ ഇത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡാൻ ബ്രൗൺ കൃത്യമായി ഇത് ഒരു ഫിക്ഷൻ ആണെന്നും നോവലാണെന്നും പറഞ്ഞപ്പോൾ രജത് കുമാർ ചെയ്തത് ഇത് ദൈവദർശനമാണെന്ന് സ്ഥാപിച്ച് തനിക്ക് ദിവ്യശക്തിയും സിദ്ധിയും ഉണ്ട് എന്ന് വരുത്താനായിരുന്നു എന്ന് മാത്രം. ഡാൻ ബ്രൗണിന് അറിയാം ഈ കഥ അവിടെ വിശ്വാസത്തിന്റെ ഭാഗമായി പറഞ്ഞാൽ ആളുകൾ തള്ളിക്കളയുമെന്ന്. അതേസമയം രജത് കുമാറിന് അറിയാമായിരുന്നു അന്ധവിശ്വാസങ്ങളിലും ദുരൂഹതകളിലും കമഴ്ന്നു വീഴുന്ന നമ്മുടെ നാട്ടിലെ വിശ്വാസികളെ പാട്ടിലാക്കാൻ ഇതുകൊണ്ട് വളരെ ഈസിയാണ് എന്നും. രജത് കുമാർ ഡാവിഞ്ചി കോഡിൽ നിന്ന് മാത്രമല്ല റെഫറൻസ് എടുത്തിട്ടുള്ളത്. ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമയിലെ ഫോർത്ത് ഡയമെൻഷൻ എന്ന കോൺസെപ്റ്റും തന്റെ കഥയിൽ വിദഗ്ധമായി യോജിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദീകരിച്ചിട്ടില്ലെങ്കിലും ആ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വേം ഹോൾ എന്ന കോൺസെപ്റ്റും എങ്ങും തൊടാതെ ചില അഭിമുഖങ്ങളിൽ രജത് കുമാർ പറയാറുണ്ട്. ഫോർത്ത് ഡയമെൻഷന്റെയും വേം ഹോളിന്റെയും കോൺസെപ്റ്റ് ആ സിനിമയ്ക്ക് മുൻപേ കോൾ സാഗൻ ഒക്കെ വളരെ ലളിതമായി തന്നെ വിശദീകരിച്ചിരുന്നുവെങ്കിലും ഈ സിനിമയുടെ പ്രചാരവും ഇന്റർനെറ്റ് വ്യാപകമായതുമാണ് ആ ചിന്തകളിലേക്ക് ലോകം വളരെ പെട്ടെന്ന് തന്നെ എത്താൻ കാരണമായത്. പണ്ടുകാലത്ത് ദേവലോകം, സ്വർഗം, നരകം എന്നൊക്കെ പറഞ്ഞിരുന്നതിനെ പെട്ടെന്ന് തന്നെ ശാസ്ത്രം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഫോർത്ത് ഡയമെൻഷനിലേക്ക് പറിച്ചു നട്ടപ്പോൾ കോൾ സാഗിനെയും ഇന്റർസ്റ്റെല്ലാറിനെയും കേട്ടിട്ടുള്ള ചിലരെങ്കിലും രജത് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. അങ്ങനെയുള്ളവരെ ഒന്നുകൂടി ആശയക്കുഴപ്പത്തിൽ നിർത്തി താൻ പറയുന്നതിലേക്ക് വലിച്ചിടുക എന്നതിനാണ് ശിവഭഗവാൻ ഏലിയനാണ് എന്ന് അഭിമുഖങ്ങളിൽ രജത് ചെറുതായി സൂചനകൾ നൽകുന്നത്. ഇതൊന്നും കൂടാതെ അഭിമുഖങ്ങളിൽ പറയാത്ത ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. രജത് കുമാർ എപ്പോഴും പറയുന്ന കാര്യമാണ് കുമാരി കാണ്ഡത്തെ കുറിച്ചും അതിന്റെ റിവൈവലിനെ കുറിച്ചും. എന്നാൽ LMRK വെബ്സൈറ്റിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. 2017 മുരുക പെരുമാൾ രജത് കുമാറിനോട് LMRK എന്ന പേരിൽ ഒരു മിഷൻ ആരംഭിക്കാൻ നിർദ്ദേശിച്ചു. ഇത് മുരുക യുഗത്തിൽ കുമാരികാണ്ഡവും ചൊവ്വാഗ്രഹവുമായി ബന്ധപ്പെട്ട ദൈവിക ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കും. അതായത് കുമാരികാണ്ഡത്തെ ചൊവ്വാഗ്രഹവുമായി ബന്ധപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് പരസ്യമായി പറയുന്നില്ല. മിക്കവാറും ചൊവ്വാഗ്രഹത്തിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് എന്തെങ്കിലും തെളിവോടെയുള്ള വാർത്ത വന്നാൽ അപ്പോൾ എടുത്തു പുറത്തിടാനുള്ള ഒരു ഐറ്റം മാത്രമാണിത്. ഞങ്ങൾ പണ്ടേ പറഞ്ഞിരുന്നു ചൊവ്വയിൽ ജീവൻ ഉണ്ടായിരുന്നുവെന്നും അവരും കുമാരികാണ്ഡത്തിലെ ജനങ്ങളുമായി കണക്ഷൻ ഉണ്ടായിരുന്നുവെന്നും ഒക്കെ ആ സമയത്ത് പറയാമല്ലോ.
അപ്പോൾ കുമാരികാണ്ഡം എന്ന ഇല്ലാ കഥയ്ക്ക് വല്ലാത്തൊരു തെളിവായി ഇത് എടുത്തു കാണിക്കുകയും ചെയ്യാം. സത്യത്തിൽ കുമാരികാണ്ഡം എന്ന കഥ വെറും കെട്ടുകഥയാണെന്നും ആ കഥ എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നും അത് എങ്ങനെയാണ് പൊളിഞ്ഞു പോയതെന്നും പിന്നെയും ചിലർ ഇപ്പോഴും പൊളിഞ്ഞ ആ കഥയെ കൊണ്ടു നടക്കുന്നത് എന്താണെന്നും ഒക്കെ ആദ്യ വീഡിയോയിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ കമന്റുകളിലൂടെ ചീത്ത പറയുന്നവർ വീഡിയോ കാണാത്തതിനാൽ അതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല. എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഇനി രജത് പറഞ്ഞ ഒരു കാര്യത്തിന്റെ പൊള്ളത്തരങ്ങളിൽ മുമ്പ് പറയാത്ത ഒന്നുകൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആദ്യം രജത് പറയുന്നത് ഒന്ന് കേൾക്കാം. ആ ഗുഹയുടെ ഉള്ളിലാണ് ഭോഗർ സമാധി. അതിന് മുകളിലാണ് മുരുകാന്റെ വിഗ്രഹം വെച്ചിരിക്കുന്നത്. പഴനിയില് മുരുകാന്റെ വിഗ്രഹം ഇരിക്കേണ്ടത് നേരെ അടിയിലുള്ള ഗുഹ. ആ ഗുഹയുടെ ഉള്ളിലാണ് ഭോഗർ സമാധി. ആ സമാധിയിലാണ് രണ്ടാമത്തെ വിഗ്രഹം വെച്ചിരിക്കുന്നത്. മുകളിലെ വിഗ്രഹം നമ്മൾ മാറ്റർ രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ വിഗ്രഹം ഡാർക്ക് മാറ്ററിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലരും പറയാത്തൊരു രഹസ്യമാണ് ഞാൻ ഇപ്പോൾ പറയണത്. രണ്ടാമത്തെ വിഗ്രഹം മുരുകാൻ ഉണ്ടാക്കിയുള്ളത് നവപാഷാണല്ല, ഡാർക്ക് മാറ്ററാണ്. കേട്ടല്ലോ, പഴനിയിലെ മുരുകന്റെ വിഗ്രഹം നവപാഷാണം കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ നവപാഷാണം എന്ന് കേട്ട് അധികം ആശങ്കപ്പെടണ്ട. 9 ലോഹങ്ങളുടെ മിശ്രിതം മാത്രമാണത്. എന്നാൽ രണ്ടാമത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഡാർക്ക് മാറ്റർ കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ ചില ശാസ്ത്രീയ വാക്കുകൾ ഓർമ്മയില്ലേ? 4th ഡയമെൻഷൻ എന്നതൊക്കെ. അതുപോലെ ഒരു വാക്ക് ഇവിടെയും എടുത്തു വീശിയിരിക്കുകയാണ് രജത് കുമാർ. സത്യത്തിൽ എന്താണ് ഡാർക്ക് മാറ്റർ? പ്രപഞ്ചത്തിൽ ചില വസ്തുക്കളെ ഇനിയും നമുക്ക് തിരിച്ചറിയാനായിട്ടില്ല. കാരണം അവ ദൃശ്യമല്ല, അതായത് പ്രകാശം പ്രതിഫലിപ്പിക്കുന്നില്ല. നമുക്ക് കാഴ്ചയിൽ കാണണമെങ്കിൽ അവ പ്രകാശം പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വസ്തുക്കൾ ഉണ്ട് എന്ന് എങ്ങനെ തിരിച്ചറിയുന്നു എന്ന് നോക്കാം. അത് ഗ്രാവിറ്റിയും മാസും ഒക്കെ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് ദൃശ്യമാകാത്തതും തിരിച്ചറിയാനാവാത്തതുമായ ചില പദാർത്ഥങ്ങളും എനർജിയും ഉള്ളതായി മനസ്സിലാക്കാം. അതിനെയാണ് ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ എന്നൊക്കെ ഇപ്പോൾ ശാസ്ത്രം പേരിട്ട് വെച്ചിരിക്കുന്നത്. അത് ഒരു വസ്തു മാത്രമായിരിക്കണമെന്നില്ല, പലതിന്റെയും കൂട്ടവും ഉണ്ടാവാം. അവ കണ്ടെത്തുന്ന സമയത്ത് അതിനെ പേരിടുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ ലഭ്യമായ പേര് വെച്ച് രജത് കുമാർ രണ്ടാമത്തെ വിഗ്രഹം ഡാർക്ക് മാറ്റർ ആണെന്ന് തട്ടിവിട്ടിരിക്കുകയാണ്. ഒരിക്കലും കാണാൻ കഴിയാത്തതും സ്വഭാവമോ മാസോ തിരിച്ചറിയാത്തതുമായ ഒരു വസ്തു കൊണ്ട് രണ്ടാമത്തെ വിഗ്രഹം ഉണ്ടാക്കിയെന്ന് ചുമ്മാ അങ്ങ് തട്ടിവിടുകയാണ്, യാതൊരു പരിശോധനയും കൂടാതെ. അങ്ങനെയാണെങ്കിൽ ഡാർക്ക് മാറ്റർ എന്താണ് എന്ന് കണ്ടെത്താൻ വലിയ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിവരുന്ന ശാസ്ത്രജ്ഞർക്ക് ആ ഗുഹയിൽ പോയാൽ എന്താണ് ഡാർക്ക് മാറ്റർ, എന്താണ് അതിന്റെ സ്വഭാവ സവിശേഷത എന്നെല്ലാം എളുപ്പത്തിൽ പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്ര വലിയ സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായി നടക്കുമെന്ന്. പക്ഷെ ഈ കെട്ടുകഥകൾ ശാസ്ത്രജ്ഞരോട് പറയാൻ പോയാൽ പാളുമെന്നും വിശ്വാസികൾക്ക് ഇത്ര മതിയെന്നും അറിയുന്ന രജത് തൽക്കാലം ഇവിടെ വെച്ച് തന്നെ ആ കഥ അങ്ങ് നിർത്തും. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ കുറച്ച് നാളുകളായി LMRK കുറച്ച് യാഗങ്ങളുടെ തിരക്കിലായിരുന്നു. ഇന്ത്യയുടെ സൈന്യത്തിനും പ്രതിരോധ സംവിധാനത്തിനും ശക്തി നൽകുന്നതും ശത്രുക്കളെ തുരത്തുന്നതിനുമായിരുന്നു ഈ യാഗങ്ങൾ. അയോധ്യയിലും ഉജ്ജയിനിയിലും തിരുപ്പതിയിലും യാഗങ്ങൾ നടന്നു. യാഗം നടന്നതിന്റെ അടുത്ത ദിവസം ISRO 16 ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ PSLV റോക്കറ്റിൽ വിക്ഷേപിക്കുകയുണ്ടായി. അതിൽ ഇന്ത്യയുടെ സൈനിക ശക്തിക്കായിട്ടുള്ള ചാര ഉപഗ്രഹവും ഉണ്ടായിരുന്നു. യാഗങ്ങളുടെ ഫലം കൊണ്ടോ എന്തോ റോക്കറ്റും 18 ഉപഗ്രഹങ്ങളും നേരെ കടലിൽ വീണ് ജലസമാധി അടഞ്ഞിട്ടുണ്ട്. തട്ടിപ്പ് കഥകൾ തീരുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ഹരഹരോ ഹരഹര.